ബ്രൈറ്റ് ടിവിക്ക് വേണ്ടി രാഹുലിന്റെയും ദീപുവിന്റെയും തർക്കത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് രാഹുലിലോട്ട്. രാഹുൽ, എന്താ നിങ്ങളുടെ പ്രോഗ്രാം പ്രശ്നം? എന്താ ആക്ച്വലി ഇപ്പൊ ദീപു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ കൂടെ പഴയ കണക്ക് അവൻ ഒട്ടി വരില്ല, അങ്ങനെ ഒരു ഒട്ടി വരില്ല എന്നുള്ള പ്രോമിസ് തരാനാണ് ദീപു പറഞ്ഞിരിക്കുന്നത്. അഥവാ ഇനി അവൻ ഒട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും പറയുന്ന പണിഷ്മെന്റ് അവൻ ഏറ്റെടുത്തോളാന്ന് തയ്യാറുമായി. ദീപു പറയാനുള്ളതെന്ന് ഇതിൽ ഇനി ദീപുവിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടറിയാം. ദീപുവിലായിട്ട് നമുക്ക് കിടക്കാം. അവൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അംഗീകരിച്ചോണ്ടിരിക്കും. അത് പറയാൻ ഒട്ടിച്ചെന്നാൽ എന്താണ് സംഭവിക്കുക? ഇനി അങ്ങോട്ട് ഒട്ടിച്ചെന്നാ ഇപ്പൊ 5 പേരോട് ഇരിപ്പില്ലേ, അവരെല്ലാരും കൂടെ ചേർന്ന് ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. അത് കണക്കാണ് ഞാൻ ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് താങ്കൾ തന്നെ പറയൂ. എനിക്ക് വ്യക്തമായി ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചെടുക്കാനാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം. വേണമെന്നാണ് അജേഷ് താങ്കൾ പറയൂ. എഗ് റൈസ് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അപ്പം പൊട്ടിക്കുമെന്നാണ് എന്റെ ഒരു ധാരണ. ഓക്കെ, അങ്ങനെ പൊട്ടിക്കുവാണെങ്കിൽ എന്താ പണിഷ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്? അതിന് ചേട്ടനോട് ഇനി ചോദിക്കാം. ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. ദീപു താങ്കൾ പറയൂ. താങ്കൾ എന്താണ് കൊടുക്കാൻ തീരുമാനിച്ചത്? അവനോട് തന്നെ ചോദിക്കാം, അവനല്ലേ അത് പറഞ്ഞു. അല്ല, താങ്കളാണല്ലോ ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്താൽ താങ്കൾ എന്താ ഏറ്റെടുക്കാൻ തയ്യാറാണ്? ഇപ്പൊ സപ്പോസ് ഒരു മന്ത്രി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്റെ രാജിക്കത്ത് വെക്കുന്ന അതുപോലെ നീ എന്തെങ്കിലും വേണം. എനിക്കിപ്പോ അങ്ങനെ ഒരു തീരുമാനമില്ല. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നിങ്ങൾ പറയണം, ഞാൻ അനുസരിക്കും. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഇവരെയുള്ള എല്ലാവർക്കും എഗ് റൈസും കബാബും വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. സമ്മതമാണ്? സമ്മതം. ഓക്കെ, സമ്മതം. ഓക്കെ. അപ്പൊ ഇതിൽ താങ്കൾ അംഗീകരിച്ചു? ഒരിക്കലും കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ ചിന്ത. ദീപുവിനെ ഇത്ര നാള് പരിചയപ്പെട്ടപ്പോൾ, ഒരു 3.5 വർഷം ദീപുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ എനിക്കും ഇതിലൂടെ മനസ്സിലായെന്ന് വെച്ചാൽ ദീപു കബാബും എഗ് റൈസും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങോട്ട് നോക്കി, എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും എന്നാണ് എൻ്റെ ഒരു ഉറപ്പായ ധാരണ. അതിന് മറുപടി പറഞ്ഞതാണ്. അവന്റെ ഉറപ്പായ ധാരണ വെറും തെറ്റിദ്ധാരണ മാത്രം. ഓക്കെ, ഇനി എന്താ എനിക്ക് പറയാനുള്ളത്, ദീപു ചേട്ടൻ സമയമില്ലെന്നുണ്ടല്ലേ ഞാൻ പറയും ദീപുവിന്റെ എനിക്കൊന്നും എടുത്ത ഞാനാണ് ജിസ്മാൻ. ഓക്കെ, ബ്രൈറ്റ് ടിവിക്ക് വേണ്ടി ബ്രൈറ്റ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അപ്പൊ പിന്നെ നമുക്ക് ബ്രൈറ്റ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ ജിസ്മോനോടൊപ്പം റിപ്പോർട്ടർ TV റിപ്പോർട്ടർ കിരൺ. നിന്റെ വായാണ് അവസാനം ക്ലൈമാക്സ്. ഓക്കെ, ഇനി അത് വീഡിയോ ഇത്രയും നേരം കളിച്ചിട്ട്